നമസ്കാരം, ഞാൻ സീമാജി നായർ. ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സൗത്ത് കളമശ്ശേരിയിലാണ് ഈ അക്കാഡമി ഉള്ളത്. ഇത് കേൾക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഗീതയിൽ നിന്നുമാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഗീത. അപ്പോൾ ഞാൻ ഗീതയോട് ചോദിച്ചു എന്താണ് ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഗീത എൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു തന്നു. പക്ഷേ എനിക്കത് സംശയം തീർത്തിട്ട് കാര്യമില്ല. ഇവിടെ പഠിക്കാൻ വരേണ്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. അവർക്കാണ് ശരിക്കും സംശയം നമ്മൾ തീർത്ത് കൊടുക്കേണ്ടുന്നത്. ഗീത, എന്താണ് ഈ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് തന്നെ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ തൊഴിലുള്ള ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ല. സ്പെഷ്യലി നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്കാർക്കും ഈ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമായത് ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് മാനേജ്മെന്റിന്റെ കമ്പനി ദുബായിൽ ഉണ്ടായിരുന്നപ്പം കൂടുതലും കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കും തന്നെ അതിനെക്കുറിച്ച് ഒരു വലിയ നോളജ് ഇല്ല. അവര് പിന്നെ 5 വർഷം 10 വർഷമൊക്കെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനികളിലോ റിയൽ എസ്റ്റേറ്റിലോ ഒക്കെ വർക്ക് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് പിന്നീട് അവിടെ നിന്നാണ് അവർ വളർന്നു വരുന്നത്. അപ്പം നമുക്കുള്ളവരെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഡിവിഷനിലോട്ട് മാറുമ്പോൾ അവർക്ക് സാലറി കൂടുതലുണ്ടാവും. ഒരു എഞ്ചിനീയർ ആയാലും BBA ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആയാലും. അപ്പം നമുക്ക് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഒന്ന് അവരുടെ കരിയർ ഗ്രോത്ത് ഉണ്ട്, രണ്ടാമത് അവർക്ക് സാലറി ഫൈനാൻഷ്യലി അവർ സെറ്റപ്പായി. അപ്പോൾ നമ്മൾ എടുത്തൊരു തീരുമാനമാണ് നമ്മൾ ഈ പിള്ളേരെ എല്ലാം ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിടും. ഓക്കെ എവിടെയായാലും അതായത് നമ്മുടെ ഇന്ത്യയിലും ഇപ്പൊ അതിന് നല്ല സ്കോപ്പ് കൂടി വരുവാണ്. ഇപ്പൊ കുറച്ച് ലെവല് കുറവ് ഈ കേരളത്തിലാണെന്നേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും എവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടോ അവിടെയൊക്കെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് വേണം. അതല്ല, അപ്പം നമ്മൾ ഈ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് പഠിക്കുന്നത് ഏത് കഴിഞ്ഞിട്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസം +2 കഴിഞ്ഞിട്ടാണോ, ഡിഗ്രി കഴിഞ്ഞിട്ടാണോ, എങ്ങനെയത്? ഡിഗ്രി കഴിഞ്ഞവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് +2 കഴിഞ്ഞവർക്ക് പറ്റില്ല. +2 കഴിഞ്ഞവർക്ക് ഒന്നുകിൽ +2 കഴിഞ്ഞവർക്ക് പഠിക്കാം. പക്ഷെ അവർക്ക് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ വർക്ക് ചെയ്ത് കുറഞ്ഞത് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്നാലേ അവർക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവും. ഡിഗ്രി, ബേസിക് ഡിഗ്രി വേണം. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഫെസിലിറ്റീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലുണ്ട്, ഹോട്ടലുകളിലുണ്ട്, ഈവൻ ഷിപ്പിലുണ്ട്, ബിൽഡിങ്ങിലുണ്ട്, എല്ലായിടത്തും ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ കേരളത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അവർ ഏത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താലും ഒക്കെ ഗ്ലോബൽ വേക്കൻസീസ് ഒരു 70% മുകളിൽ കിടക്കുന്ന അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടെന്നുള്ളത്. കാരണം ഇനിയുള്ള കാലത്തേക്ക് കൺസ്ട്രക്ഷൻ കുറവായിരിക്കും. ഉള്ള ബിൽഡിങ്ങുകൾ മെയിൻ്റനൻസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും മനസ്സിലായി, നിങ്ങൾക്കും ഇത് കേട്ട നിങ്ങൾക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ജോലി നേടാനും നല്ലൊരു സാലറി കിട്ടാനും നിങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുക്കുന്നതായിരിക്കും.